നമസ്കാരം. ക്രിമിനൽ കൗൺസിലർ സുഗതനെയും തിരുവനന്തപുരം നഗരസഭാ ഭരണം താഴെ വീഴാതെ കാത്തത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒറ്റയ്ക്കല്ലത്രേ. അതിന്റെ തിരക്കഥ, സംവിധാനം, സംഭാഷണമെല്ലാം നിർവഹിച്ചത് തദ്ദേശ വകുപ്പാണത്രേ. ആരാണോ തദ്ദേശ വകുപ്പ് മന്ത്രി? അത് ലീഗ് വിസ്മയമായിട്ടുള്ള KM ഷാജി മന്ത്രിയും ആഭ്യന്തരമന്ത്രി ചെന്നിത്തലയും ഒരേ ടേബിളിന്റെ ഇരുവശത്തും ഇരുന്ന് മുഖത്തോട് മുഖം ചർച്ച ചെയ്ത് എടുത്ത തീരുമാനമാണ് സുഗതന്റെ അവധി അപേക്ഷ പൊടുന്നനെ കൗൺസിലിലേക്ക് എത്തിക്കുന്നു. ആ കൗൺസിലിലൂടെ അസാധാരണ തീരുമാനം തദ്ദേശ വകുപ്പിൽ നിന്ന് ആഭ്യന്തര വകുപ്പിലേക്ക് കൊടുക്കുന്നു. അത് കൗൺസിലിലെത്തുന്നു. കൗൺസിലിൽ ഇതൊന്നും അറിയാതെ ശബരിനാഥൻ കോൺഗ്രസിന് വേണ്ടി ഉറക്കെ സംസാരിക്കുമ്പോഴാണ് ഈ സ്ക്രിപ്റ്റ് മേയർ VV രാജേഷ്, എടോ ശബരിനാഥ, താങ്കളുടെ ആഭ്യന്തര വകുപ്പ് പുറത്തിറക്കിയ ഈ സർക്കുലർ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം പാർട്ടിക്കാരനായിട്ടുള്ള സഭയിലെ കോൺഗ്രസിന്റെ കക്ഷി നേതാവായിട്ടുള്ള ശബരിനാഥനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഷാജിയും ചെന്നിത്തലയും ചേർന്ന് രചിച്ച സ്ക്രിപ്റ്റാണ് അത്രയും. ഇപ്പോ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണ പ്രതിസന്ധി ഒഴിവാക്കിയതെന്ന് പറയുന്നത് ആരാണ്? അത് മൗദൂദി ചാനലാണെന്ന് കൂടി നിങ്ങൾ അറിയണം. ഇന്നലകളിൽ ഇടതുപക്ഷത്തിനെതിരെ പല സംഘി കഥകളും വളച്ചൊടിച്ചുണ്ടാക്കിയവർ ഇന്നിപ്പോ ഇങ്ങനെ ഒരു ഗദ്ഗത കഥ പറയുമ്പോൾ കേരളത്തിൽ എന്താണ് യഥാർത്ഥ സംഘപരിവാർ വൽക്കരണമെന്ന് കണ്ണിന്റെ മുന്നിൽ കാണുമ്പോൾ, അതിനെക്കുറിച്ചൊക്കെ നൊമ്പരപ്പെട്ടുള്ള റിപ്പോർട്ടിംഗ് കാണുമ്പോൾ സഹതാപമല്ലാതെ മറ്റെന്ത് തോന്നും? തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ സുഗതന് അവധി അപേക്ഷിക്കാൻ അനുമതി നൽകിയ തീരുമാനം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പാണ് ശരിക്കും ഇന്നലെ ഒരു സുഗതന് നൽകിയ മറുപടിയിലൂടെ അവധി അപേക്ഷിക്കാവുന്നത് പാസ്സാക്കുകയാണെങ്കിൽ സുഗതന്റെ അംഗത്വം അല്ലെങ്കിൽ അത് സുരക്ഷിതമായിരിക്കുമെന്നുള്ളൊരു ആഭ്യന്തര വകുപ്പിന്റെ കത്തൊക്കെ വലിയ തോതിൽ വിവാദമായിരുന്നു. പക്ഷേ ഇതിന് പിന്നിലോട്ട് പോകുമ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെ ഇതിനെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ലഭിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് സ്വമേധയല്ല അത്തരമൊരു മറുപടി നൽകുന്നത്. ഇത്തരമൊരു അപേക്ഷ ആദ്യഘട്ടത്തിൽ സുഗതൻ നൽകുന്നത് ജയിൽ സൂപ്രണ്ടാണ്. ജയിൽ സൂപ്രണ്ട് ഇക്കാര്യം ആഭ്യന്തര വകുപ്പിന് മുന്നിൽ എത്തിക്കുന്നു. ആഭ്യന്തര വകുപ്പ് ഇത് പരിശോധിക്കുമ്പോൾ ഇത് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അതിന്റെ അംഗത്വവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൊണ്ട് നിലനിൽക്കുന്നുണ്ട്. തദ്ദേശ വകുപ്പിനോട് അഭിപ്രായം തേടുന്നു. അങ്ങനെ തദ്ദേശ വകുപ്പിലെ അണ്ടർ സെക്രട്ടറി ആഭ്യന്തര വകുപ്പിന് ഒരു കത്ത് നൽകുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം ഈ കൗൺസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ തടവിലുള്ള തടവ് പുള്ളിക്ക് അവധി അല്ലെങ്കിൽ പരോൾ നൽകേണ്ട കാര്യം, എസ്കോർട്ട് പരോൾ നൽകേണ്ട കാര്യമില്ല. പകരം ഈ സുഗതൻ നാളിന് കൗൺസിലിലേക്ക് അപേക്ഷ നൽകുകയും അപേക്ഷ അത് പാസ്സാക്കുകയാണെങ്കിൽ അയാളുടെ അംഗത്വം, കൗൺസിൽ അംഗത്വം സുരക്ഷിതമായിരിക്കുകയും ചെയ്യുമെന്നുള്ള ഒരു കൃത്യമായ ഒരു നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ അണ്ടർ സെക്രട്ടറിയാണ് ആഭ്യന്തര വകുപ്പിൽ നൽകുന്നത്. അത് നൽകുന്നത് ജൂലൈ 18-നാണ്. കേട്ടല്ലോ, തദ്ദേശ വകുപ്പ്. എങ്ങനെയുണ്ട് ലീഗിന്റെ സംഘപരിവാർ പ്രതിരോധം? ഈ നാട്ടിൽ സംഘപരിവാർ വൽക്കരണം ഞങ്ങൾ അനുവദിക്കില്ല, കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ കൊക്കിന്റെ ജീവൻ എവിടെ പോയി എന്ന് നാട്ടുകാർ ചോദിക്കുകയാണ്. കാര്യം ഇനി വരുന്ന കാലത്തേക്ക് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണപ്രതിസന്ധി ഒഴിവാക്കി കൊടുത്ത ആ ലീഗ് കോൺഗ്രസിന്റെ അസാധാരണ ഇടപെടലുണ്ടല്ലോ, കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ അവർക്ക് വേണ്ടി പല നീക്കങ്ങളും ഉദ്യോഗസ്ഥരെ വെച്ച് നയിച്ച ഈ മന്ത്രിമാർ ഇപ്പോ മിണ്ടാതെ ഞങ്ങൾ സംഘപരിവാറിനെ എതിർക്കുന്നവരാണെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ കോൺഗ്രസുകാർക്കും ലീഗന്മാർക്കൊക്കെ നാണം വരുന്നില്ലേ? ഇവരെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത മീഡിയ വൺ തന്നെ ഇങ്ങനെ കരയുമ്പോൾ നമ്മുടെ നാട്ടിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലാണ് ഇങ്ങനെ ഒരു അസാധാരണ നീക്കം നടന്നത്. ഒരു കാര്യം ആലോചിച്ചാൽ മതി, ആ തിരുവനന്തപുരം നഗരസഭാ ഭരണം ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ, ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു കൗൺസിലറാണ് ഇങ്ങനെ ജയിലിൽ കിടക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു നീക്കം ആഭ്യന്തര വകുപ്പോ KM ഷാജി എന്ന തദ്ദേശ വകുപ്പ് മന്ത്രിയോ എടുക്കുമായിരുന്നു, കൈക്കൊള്ളുമായിരുന്നു? ഇല്ലല്ലോ. നിങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ടല്ലോ അങ്ങനെ നടക്കില്ല എന്ന്. പക്ഷേ ഒക്കെ ചങ്ങായിമാർ CPM-ഉം BJP-യുമായിരുന്നു നിങ്ങൾക്ക് ഇന്നലെ വരെ. ഇന്നിപ്പോ നിങ്ങൾ കണ്ണിന്റെ മുന്നിൽ കാണുകയാണ് എങ്ങനെയാണ് ലീഗും കോൺഗ്രസ് എല്ലാം ഒരുമിച്ച് നിന്ന് BJP-ക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്നതെന്ന്. ഒരു ഭരണപ്രതിസന്ധി അല്ലെങ്കിൽ ഒരു നഗരസഭാ കൗൺസിലർ അയോഗ്യനാകാനുള്ള എല്ലാ സാധ്യതയും വരുന്ന സന്ദർഭത്തിൽ ആരും അറിയാതെ പൊടുന്നനെ കോൺഗ്രസിന്റെ കൗൺസിലർമാരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ചെന്നിത്തലയുടെ കത്ത് മേയർ വായിക്കുമ്പോൾ ആ കത്തിന്റെ തിരക്കഥയും സംഭാഷണവും തയ്യാറാക്കി കൊടുത്തത് തദ്ദേശ വകുപ്പാണെന്ന് പുറത്തേക്ക് വരുമ്പോൾ ഈ നാട്ടിൽ അന്തസ്സുള്ള കോൺഗ്രസുകാർക്കും ലീഗന്മാർക്കും തലയിൽ തുണിയിടാതെ ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റൂ? സംഘപരിവാർ സർക്കാരിന്റെ ഐശ്വര്യം കേരളത്തിലെ കോൺഗ്രസ് സർക്കാരാണ്. അതിനുവേണ്ടി ലീഗും കോൺഗ്രസ് മന്ത്രിയും എങ്ങനെയാണ് രാപ്പകലില്ലാതെ പണിയെടുത്ത് രക്ഷപ്പെടുത്തിയെടുത്തതെന്ന് നിങ്ങൾ കാണുന്നില്ലേ? അതിന്റെ ഡീൽ എന്താണെന്നൊക്കെ ഇനി പുറത്തു വരേണ്ട കാര്യമാണ്. അതിനോടൊപ്പം നിന്ന
മീഡിയ വൺ അഥവാ മൗദൂദി ചാനൽ ഇപ്പോൾ മാറി നിന്ന് ഇങ്ങനെ മോങ്ങുന്ന കാണാൻ നല്ല രസമുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ.